ഹായ്. അപ്പൊ രാത്രിയിലേക്കുള്ള ഭക്ഷണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ചിക്കൻ കറിയും അതുപോലെ പൊറോട്ടയാട്ടോ. അപ്പൊ ചിക്കൻ കറി ഓൾറെഡി റെഡിയാക്കിയതാട്ടോ. അപ്പൊ ഇനി പൊറോട്ടയാട്ടോ റെഡിയാക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് മൈദയാണ് എടുത്തത്. മൈദയിൽ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു ചപ്പാത്തിനെക്കാട്ടി കുറച്ച് ലൂസായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ കുഴച്ചത് ഇതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം കൗണ്ടർ ടോപ്പൊക്കെ നല്ലതുപോലെ ക്ലീൻ ആക്കിയതാട്ടോ. അപ്പോൾ അതിന്റെ മുകളിലോട്ട് നെയ്യ് ഒന്ന് പുരട്ടി കൊടുക്കുക. അല്ലാണ്ട് മാവ് അതിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇതുപോലെ ഉരുളകളാക്കി നെയ്യിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഉരുളകളാക്കിയിട്ട് വെച്ചതിന് ശേഷം ഒരു നനഞ്ഞ തുണിയൊന്ന് വിരിച്ചു കൊടുക്കണം ഈ ഒരു മാവിന്റെ മേൽ. അപ്പോൾ അത് ഉരുളകളാക്കി ആ ഒരു മാവിന്റെ മേലെ വിരിച്ചതിന് ശേഷം ഇതുപോലെ കുറച്ച് ടൈം എടുത്തിട്ട് ഇതുപോലെ വീശിയെടുക്കാം. വീശിയിട്ട് വെച്ചതിന് ശേഷം പരത്തിയിട്ട് ചുട്ടെടുക്കാം. ഇതുപോലെ വീശിയെടുക്കാം. അപ്പോൾ വീശുന്നേരം ഇതുപോലെ തന്നെ നെയ്യൊക്കെ പുരട്ടി ഇതുപോലെ ചുറ്റിക്കൊടുത്ത് ഇങ്ങനെ ചെയ്യാം. അപ്പൊ ഇതുപോലെ റെഡിയാക്കിയതിന് ശേഷം നമുക്ക് പരത്തി ചുട്ടെടുക്കാം. ഈസി ആട്ടോ. അത് ഒരു ഫസ്റ്റിലൊക്കെ ചെയ്യുന്നേരം കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. പിന്നെ അതൊന്ന് സെറ്റായിട്ട് വരും. അപ്പൊ ഇതുപോലെ പരത്തിയതിന് ശേഷം ചുട്ടെടുക്കാം. ചുട്ടതിന് ശേഷമാണ് അതൊന്ന് അടിച്ചെടുക്കണം. ഒരു പൊറോട്ട ഇതുപോലെ അടിച്ചെടുക്കുക. നല്ല ചൂടോടുകൂടി തന്നെ അടിച്ചെടുക്കണം. അല്ലെങ്കിൽ അതൊരു മരവിച്ചതുപോലെ ആയിപ്പോ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ലൊരു അടിപൊളി ഒരു പൊറോട്ടയായി കിട്ടും. നല്ല എന്താ പറയാ, നല്ല ചൂടുണ്ട്. കൈയൊക്കെ നല്ലതുപോലെ ചുവന്നിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ അടിച്ചെടുക്കുക. അപ്പൊ നമ്മൾ എല്ലാ പൊറോട്ടയും ഇതുപോലെ റെഡിയാക്കി എടുക്കട്ടെ. നമ്മളെ പൊറോട്ടയും റെഡിയായി. അപ്പോൾ ഒന്ന് കഴിച്ച് കാണിക്കാം. അപ്പോൾ നല്ല അടിപൊളി ചിക്കൻ കറിയും അതുപോലെ പൊറോട്ടയും കൂട്ടിയിട്ട് കഴിക്കുന്നതാട്ടോ. നല്ല സോഫ്റ്റ് ഉള്ള പൊറോട്ട കേട്ടോ. നല്ല അടിപൊളിയാട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് റെഡിയാക്കി നോക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ബൈ.